പത്തനംതിട്ടയിൽ ഭാര്യ മാതാവിനെ മരുമകൻ അടിച്ചു കൊന്നു. 54-കാരിയായ ഉഷാമണിയാണ് മരുമകൻ സുനിൽ കോടാലി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. പത്തനംതിട്ട വെച്ചൂച്ചിറ അഴുത ഉന്നതിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, എപ്പോഴാണ് ഈ ദാരുണപരമായ സംഭവം നടന്നിരിക്കുന്നത്? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം? സംഗീത 3:30 മണിയോടുകൂടിയാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിലെ അഴുത ഉന്നതിയിൽ ഉഷാമണി കൊല്ലപ്പെടുന്നത്. മരുമകനായ സുനിൽ കോടാലി കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ആണ് ഈ കൊല്ലപ്പെടുന്നത്, ഉഷാമണി കൊല്ലപ്പെടുന്നത്. പോലീസ് പറയുന്നത് ഈ കൊലപാതകം നടത്തിയിട്ട്, ഈ കൃത്യം നടത്തിയിട്ട് ഇയാൾ പ്രതിയായ സുനില് അവിടെ തന്നെ ഈ സംഭവ സ്ഥലത്ത് തന്നെ പോലീസിനെ കാത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. നേരത്തെയും വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ ഈ വീട്ടിലെ വഴക്കിനെ സംബന്ധിച്ച പരാതികൾ മുൻപ് പോലീസിന് മുൻപിൽ എത്തിയിട്ടുണ്ട്. പോലീസ് അതിൽ വേണ്ട നടപടികളും എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പത്തനംതിട്ട വെച്ചൂച്ചിറ പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഈ കുടുംബ വഴക്കാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നും കൊലപാതകത്തിലേക്ക് നയിച്ചതുമെന്നാണ്. എന്തായാലും ഈ പ്രതി സുനിലിനെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഈ സംഭവത്തിന്മേൽ ആവശ്യമാണ് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഈ കൊലപാതകം നടത്തി, കൃത്യം നടത്തി ഇയാൾ ഒളിച്ചിട്ടില്ല. ഇയാൾ ആ സംഭവ സ്ഥലത്ത് തന്നെ, അതേ കൊലപാതകം നടന്ന അതേ സ്ഥലത്ത് തന്നെ പോലീസിനെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംഗീത, ശരി. എന്താണെങ്കിലും നാടിനെ നടുക്കിയ കൊലപാതകം അല്പസമയങ്ങൾക്ക് മുമ്പാണ് നടന്നത്. വീട്ടുവഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. ശ്രീരാജ് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.